നമസ്കാരം. കോടതി വിധി കൊണ്ട് സുധാകരൻ ആശ്വസിക്കാനാകില്ല. സുധാകരനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് EP ജയരാജൻ. കൃത്യമായ ഗൂഢാലോചനയും അജണ്ടയുമായിരുന്നു EP ജയരാജൻ വധശ്രമ കേസ് എന്ന് EP എടുത്തു പറയുകയാണ്. 29 വർഷത്തിന് ശേഷം വിധി പറയുമ്പോൾ വാടക ഗുണ്ടകളെ വെച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സുധാകരൻ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജയരാജൻ. RSS ഗുണ്ടകളെ കൂട്ടുപിടിച്ച് തന്നെ വെടിവെച്ചു കൊല്ലാൻ നോക്കിയെന്നും ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നുവെന്നും EP പറയുമ്പോൾ അത് തള്ളിക്കളയാനാകില്ല. ആക്രമികളുടെ ലക്ഷ്യം പിണറായി വിജയനായിരുന്നു. ആക്രമണം നടത്തുന്നതിനായി വാടക കൊലയാളികളെ അയച്ചത് K സുധാകരനാണെന്ന് FIR-ലുണ്ടെന്നും EP ജയരാജൻ പറയുന്നു. കേസിലെ പ്രതികളിലൊരാളായ പേട്ട ദിനേശൻ സുധീഷ് വധക്കേസിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. RSS ഗുണ്ടകളെ വാടകയ്ക്കെടുത്തത് സുധാകരൻ തന്നെയാണ്. ഗൂഢാലോചന നടത്തിയത് സുധാകരൻ തന്നെയെന്നും ജയരാജൻ പറയുന്നു. ഹൈക്കോടതി അവസാന കോടതിയല്ല. സെഷൻസ് കോടതി വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസ് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകണം. താനും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. കൃത്യമായി തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയേക്കാമെന്നും EP ജയരാജൻ പറയുന്നു. അഴീക്കോട് നിന്നുള്ള ജയകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവാണ് സുധാകരന് തോക്ക് കൊണ്ടുപോയി കൊടുത്തത്. തോക്ക് വാങ്ങി നൽകിയത് താനാണെന്നും തെറ്റുപറ്റിപ്പോയെന്നും ജയകൃഷ്ണൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ജയരാജൻ വെളിപ്പെടുത്തി. താൻ ഫയൽ ചെയ്ത കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി വാദങ്ങൾ കേട്ടതിനു ശേഷമാണ് K സുധാകരനെ പ്രതിയാക്കാനും സുധാകരനെതിരെ കേസെടുക്കാനും അന്വേഷണം നടത്താനുമുള്ള ഉത്തരവായത്. കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് ഗൂഢാലോചന കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് വർഷങ്ങളായി നിലനിൽക്കുന്നതാണെന്നും തന്റെ ഭാഗവും തെളിവുകളും കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണെന്നും EP ജയരാജൻ പറഞ്ഞു. 1995 ഏപ്രിൽ മാസത്തിലാണ് ഛത്തീസ്ഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആന്ധ്രയിൽ വെച്ച് ട്രെയിനിനുള്ളിൽ വെച്ച് EPയെ വധിക്കാൻ ഒരു ഹീനമായ ശ്രമം രണ്ടുപേർ നടത്തിയത്. വധശ്രമ കേസിൽ 2 പേരെ ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരാൾ വെടിവെച്ച് തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് വീണു. പരിക്കുപറ്റി ആശുപത്രിയിലെത്തിയപ്പോൾ പ്രതിയുടെ കയ്യിൽ റിവോൾവർ ഉണ്ടായിരുന്നു. ഡോക്ടർ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെയാൾ വേറൊരു വണ്ടിയിൽ കയറി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിയെയും പോലീസ് പിടികൂടി. കേസിൽ റെയിൽവേ പോലീസ് അന്വേഷണം നടത്തി. പിടിക്കപ്പെട്ട 2 പ്രതികളും കൃത്യത്തിന് പ്രേരിപ്പിച്ചതും അയച്ചതും തോക്ക് തന്നതും സുധാകരനും മറ്റുമാണെന്ന് റെയിൽവേ പോലീസിന് മൊഴി നൽകി. പ്രതികളെ പിടിച്ച ഉടൻ തന്നെ തയ്യാറാക്കിയ FIR-ൽ പ്രഥമ ദൃശ്യാലുള്ള റിപ്പോർട്ടിൽ അക്കാര്യം ചെന്നൈ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ വെച്ചാണ് 2 പേരെ അറസ്റ്റ് ചെയ്ത കാര്യം പുറത്തു വരുന്നത്. ചോദ്യം ചെയ്തപ്പോഴാണ് അവർ കേരളീയരാണെന്നും തലശ്ശേരി കൂത്തുപറമ്പുകാരാണെന്നും അറിയുന്നത്. പോലീസ് അന്വേഷണത്തിലാണ് ഈ ഭീകര സംഭവത്തിന്റെ വസ്തുതകൾ പുറത്തുവരുന്നത്. അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം ജയരാജൻ ആയിരുന്നില്ല. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന പിണറായി വിജയനായിരുന്നു. പിണറായിയും ചടയൻ ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും താനും കുടുംബങ്ങളും ഒന്നിച്ചായിരുന്നു പോയതെന്ന് EP പറഞ്ഞിരുന്നു. തിരിച്ചു വന്നപ്പോൾ ചിലർ ബോംബെ വഴിയും മറ്റു ചിലർ മറ്റു വഴികളിലൂടെയുമാണ് വന്നത്. ആ ട്രെയിനിൽ താനും ഉണ്ടാകുമെന്ന് കണക്കാക്കിയിട്ടാകാം വാടക കൊലയാളികളെ വെടിവെച്ചു കൊല്ലാൻ നിയോഗിച്ചതും തോക്ക് സംഘടിപ്പിച്ചതുമെല്ലാം. ഇതെല്ലാം കേരളത്തിന്റെയും കണ്ണൂരിന്റെയും ചരിത്രത്തിൽ വളരെ മുൻപ് തന്നെ പ്രകടമായി വന്നിട്ടുള്ള കാര്യമാണ്. തന്നെ വെടിവെച്ചു കൊല്ലാൻ തോക്കുമായി വന്ന പ്രതികളായ വിക്രം ചാലിൽ, ശശി, പേട്ട ദിനേശൻ എന്നിവരെ ഓങ്കോൾ സെഷൻസ് കോടതി 17 വർഷക്കാലം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഒരാൾ അതിനിടയിൽ മരണപ്പെട്ടു. പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ്, പുറത്തിറങ്ങിയിട്ടില്ല. പേട്ട ദിനേശൻ സുധീഷ് കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഇങ്ങനെ RSSന്റെ വാടക കൊലയാളികളെ വാടകയ്ക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് സംഭവം ഉണ്ടായത്. ഒന്നാമത്തെ ലക്ഷ്യം പിണറായി വിജയനാണ്. ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല, താൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിലെത്തിയപ്പോൾ അവസരം കിട്ടിയപ്പോൾ 2 പേരും ചേർന്ന് വെടിവെച്ചത്. ഈ സംഭവങ്ങളെല്ലാം യഥാർത്ഥ സംഭവങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കേസിൽ സുധാകരൻ പ്രതിയാണ്, ഗൂഢാലോചനക്കാരനാണ്. സംഭവങ്ങളെല്ലാം പ്ലാൻ ചെയ്തത് സുധാകരനാണ്. സുധാകരനോടൊപ്പം മറ്റു പലരും ഉണ്ടായേക്കാം. ഈ സംഭവത്തിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് പല തലത്തിലും ഇടപെട്ടു. കോടതിയുടെ മുൻപാകെ വസ്തുതകൾ നിരത്തിവെച്ചുകൊണ്ട് സുധാകരൻ കേസിൽ പ്രതിയായി. കേസ് സ്പ്ലിറ്റ് ചെയ്ത് അട്ടിമറിക്കാൻ അന്നത്തെ കേന്ദ്ര കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നത് തെളിവ് സഹിതം സെഷൻസ് കോടതിയിൽ നേരിട്ട് മൊഴി നൽകിയിരുന്നു. മൊഴിയും തെളിവുകളും അനുസരിച്ചാണ് സുധാകരന് നേരെ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടതെന്നും EP ജയരാജൻ പറഞ്ഞു.